ലോക പരിസ്ഥിതി ദിനത്തിൽ വിത്തുണ്ട നിർമ്മിച്ച് ശ്രദ്ധേയരായിരിക്കുകയാണ് പുതുശ്ശേരി MGD ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ. വനത്തെയും പരിസ്ഥിതിയെയും ചേർത്തു നിർത്തുന്ന ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് വിത്തുണ്ട നിർമ്മാണം. ലോക പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ച് പുതുശ്ശേരി MGD ഹൈസ്കൂളിൽ വിത്തുണ്ട നിർമ്മാണ പരിശീലനം നടന്നു. മണിമല നദീതട പൈതൃക പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജറായ ഫാദർ ബിജോഷ് തോമസ് അധ്യക്ഷത വഹിച്ചു. മനുഷ്യൻ അധിവസിക്കുന്ന ഈ ഭൂമി അത് നശിച്ചു പോകുവാനായിട്ട് പാടില്ല എന്നുള്ള ഒരു വലിയ ചിന്ത അത് ദീർഘകാലമായി മനുഷ്യനെ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എപ്രകാരം ഭൂമിയുടെ നിലനിൽപ്പ് അത് സന്തുലിതമായി മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നുള്ള ആ വലിയ അന്വേഷണം, അതിന്റെ പല പ്രവർത്തനങ്ങളും ഈ ലോകമെമ്പാടും നടത്തുകയാണ്. അതുകൊണ്ടാണ് ഈ ലോകം ഒരു പരിസ്ഥിതി ദിനം ആഘോഷിക്കുകയും ആ പരിസ്ഥിതി ദിനത്തിൽ കൃത്യമായ ഒരു തത്വവാക്യം എടുത്തുകൊണ്ട് അതിനുവേണ്ടി ജനത്തെ ഉദ്ബുദ്ധരാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ ഭൂമിയുടെ നിലനിൽപ്പ് അത് സന്തുലിതമായി മുൻപോട്ട് പോകേണ്ടത് മാനവ രാശിയുടെയും ഈ പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് അനിവാര്യമാണ് എന്നുള്ള ആ വലിയ ബോധം കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരള പ്രാദേശിക ചരിത്ര പഠന സമിതി സംസ്ഥാന സെക്രട്ടറി പള്ളിക്കോണം രാജീവ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി. വനം വകുപ്പുമായി ചേർന്ന് നടത്തുന്ന വിത്തുണ്ട പദ്ധതിയെക്കുറിച്ച് പരിസ്ഥിതി പ്രവർത്തകനായ കെ ബിനു വാഴൂർ വിശദീകരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഷൈനി സാമുവൽ, ധരണി എക്കോളജി ആൻഡ് ഹെറിറ്റേജ് കൺസർവേഷൻ ട്രസ്റ്റ് ചെയർപേഴ്സൺ ജിസ്നി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട 40 വിദ്യാർത്ഥികൾ വിത്തുണ്ട നിർമ്മാണത്തിൽ പങ്കാളികളായി. തെള്ളിയെടുത്ത മേൽമണ്ണും പച്ചച്ചാണവും നിശ്ചിത അനുപാതത്തിൽ ചേർത്ത് കുഴിച്ച് നാടൻ ഫലവൃക്ഷങ്ങളുടെ വിത്ത് ഉള്ളിലാക്കി ഉരുട്ടിയെടുക്കുന്ന വിത്തുണ്ടകൾ തണലിൽ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. മണ്ണും ചാണകവും കയ്യിലെടുക്കുന്നതിൽ വിമുഖത കാട്ടുന്ന പുതിയ തലമുറയുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തുവാൻ പ്രകൃതിയോട് സരസപ്പെടുന്ന ഇത്തരം പരിശീലനത്തിലൂടെ സാധിക്കുമെന്ന് പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുത്തുന്നതിനായി മാറി ഈ പരിപാടി. ചാണകവും പച്ചമണ്ണും ഒക്കെ യോജിപ്പിച്ച് ഇങ്ങനെ ഉണ്ടാക്കുന്ന വിത്ത് വനംവകുപ്പിന് കൈമാറി അവരിത് കൊണ്ടുപോയി വനത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. സാധിക്കുമെങ്കിൽ ആ പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്ത് ബോള് എറിയുന്ന അവസരത്തിൽ നിങ്ങൾക്കും ഈ സ്കൂളിനെ പ്രതിനിധീകരിച്ച് കുറച്ച് കുട്ടികൾക്ക് പോയി വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരോടൊപ്പം വനത്തിൽ ചെന്ന് ഇത് എറിയാനുള്ള അവസരമുണ്ട്. വൃക്ഷവൈദ്യനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഉള്ളായം UP സ്കൂൾ അധ്യാപകനുമായ കെ ബിനു വിത്തുണ്ട നിർമ്മിക്കുന്ന രീതി കുട്ടികളെ പരിശീലിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വനം വകുപ്പും കേരള സർക്കാരും കൂടി വിത്തൂണ് പദ്ധതി എന്ന ഒരു വലിയ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. വന്യജീവി സംഘർഷം കേരളത്തിൽ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. കാട് വിട്ട് നാട്ടിലേക്ക് വന്യജീവികൾ ഇറങ്ങുന്നു. ആ വന്യജീവികൾ എത്താനുള്ള സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് വനഗവേഷണ കേന്ദ്രം പഠനം നടത്തിയതിൽ ഒരു കാരണമായി അവർ കാണുന്നത് വന്യജീവികൾക്ക് ആഹാരം വനത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച്
വേനൽക്കാലത്ത് ദാഹജലം കിട്ടുന്നില്ല, അവർക്ക് പച്ചില പോലും ആഹാരം കഴിക്കാനായിട്ട് കിട്ടുന്നില്ല. അപ്പം വെള്ളം, ആഹാരം, പഴവർഗ്ഗങ്ങൾ ഇവ കാടുകളിൽ സുലഭമായി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ വന്യജീവി മനുഷ്യ സംഘർഷം ലഘൂകരിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ കണ്ടുപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് സർക്കാർ. മനീഷ് കുഴുവേലിൽ, ബിനോജ് എബ്രഹാം, ജെഫ്രി, ജിജു വൈക്കത്തുശ്ശേരി, അധ്യാപകരായ ബീന തോമസ്, റീന ബി വിത്തുണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കേരള പ്രാദേശിക ചരിത്ര പഠന സമിതിയുടെ പെരുമ്പ്രനാട് മേഖലാ കമ്മിറ്റി, ധരണി എക്കോളജി ആൻഡ് ഹെറിറ്റേജ് കൺസർവേഷൻ ട്രസ്റ്റ്, കല്ലുപ്പാറ അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ എന്നീ സംഘടനകൾ ചേർന്നാണ് മണിമല നദീതട പൈതൃക പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുതുശ്ശേരി MGD സ്കൂളിൽ വെച്ചിട്ട് നമ്മൾ മണിമല റിവർ വാലി ഹെറിറ്റേജ് പ്രോജക്റ്റിൻ്റെ ഭാഗമായി ഈ പരിസ്ഥിതി ദിനം ഇന്ന് ആചരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പരിസ്ഥിതി സംരക്ഷകനും വൃക്ഷ വൈദ്യൻ എന്നറിയപ്പെടുന്ന ബിനുസാറാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിത്തുണ്ട നിർമ്മാണം. അപ്പോൾ വിത്തുണ്ട നിർമ്മാണം ശരിക്കും വനവൽക്കരണത്തിന് വേണ്ടി വനത്തിൽ വനപാലകർ കൊണ്ടുപോയി നമ്മുടെ ഫലസസ്യങ്ങൾ, നാട്ടിലെ മാവ്, പ്ലാവ്, അതിൻ്റെയൊക്കെ വിത്ത്, ചക്കക്കുരുവും മാങ്ങാണ്ടിയൊക്കെ പൊതിഞ്ഞ്, ഞാവലിൻ്റെ കുരുവൊക്കെ പൊതിഞ്ഞുകൊണ്ടുപോയി വനത്തിൽ വിക്ഷേപിക്കുന്ന ഒരു പരിപാടിയാണ് യഥാർത്ഥത്തിൽ. അത് നമ്മൾ നാട്ടിൽ, അപ്പോൾ മണിമല റിവർ വാലി ഹെറിറ്റേജ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് എങ്ങനെ ഇന്ന് നദീതീര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നദീതീര സസ്യങ്ങളുടെ വിത്തുകളെ ഇത്തരത്തിലാക്കി നദീതീരത്ത് വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു പരിപാടിയെ പറ്റിയാണ് നമ്മൾ ആലോചിക്കുന്നത്. ഇതിന് തുടക്കം എന്നുള്ള നിലയിൽ ഇവിടെ ഇന്നത്തെ ദിവസം ഈ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് നമ്മളിത് ചെയ്യും.